Hi friends, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈലാഞ്ചി ഉപയോഗിച്ചിട്ട് ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ്. ഇതാണ് നമ്മുടെ മൈലാഞ്ചി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഓയിൽ. ഇത് മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും മുടിക്ക് നല്ല നിറം നൽകാൻ, അതായത് ബ്ലാക്ക് കളർ നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ഓയിൽ മുടി നരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൂടുതൽ കാലം നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഒരു ഏജ് ഉണ്ടല്ലോ, നരയ്ക്കുന്ന ഒരു ഏജ്, അതിനേക്കാളും ഒരുപാട് നാൾ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അത്രയും നല്ല കിടിലൻ ഒന്നാണ് നമ്മുടെ ഹെന്ന ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ. ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ മൈലാഞ്ചിയില നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ അതിൻ്റെ പൗഡർ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം കേട്ടോ, അതിപ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് എണ്ണ തയ്യാറാക്കാം. ഇതുപയോഗിച്ച് നമുക്ക് ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കുന്നതും, അതായത് ഹെന്ന ഉപയോഗിച്ചിട്ട് ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് മുടിക്ക് നല്ല ശക്തി കിട്ടാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഞാൻ ഈ ഒരു ഓയിലിനെ കുറിച്ച് മനസ്സിലാക്കിയത് എൻ്റെ ഫ്രണ്ട് വഴിയായിട്ടാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഈ ഓയിൽ ഇട്ടാണ് അവരുടെ വീട്ടിൽ എല്ലാവരും കുളിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അമ്മച്ചിയുടെ മുടിയൊക്കെ ഇപ്പോഴും നല്ല ഡാർക്കായിട്ടിരിക്കും. പ്രായമൊക്കെ ആയെങ്കിലും നല്ല കറുത്ത മുടി തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. മൈലാഞ്ചി ആദ്യം തന്നെ തണ്ടിൽ നിന്ന് അടർത്തി എടുത്ത് വയ്ക്കണം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു ജാറ് മൈലാഞ്ചിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ദിവസം നമുക്ക് തണലിൽ വെച്ച് ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ആയതാണ്. ഇപ്പോൾ തലേദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വേണമെങ്കിൽ ഓയിൽ ഉണ്ടാക്കാം, അതിന് കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ 1-2 ദിവസം വെച്ചിരിക്കാനായിട്ട് സമയമുണ്ടെങ്കിൽ ആ രീതിയിൽ വെച്ചിരിക്കാം, ഒരു കുഴപ്പവുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ദിവസം ആയുള്ളൂ, ഒരുപാട് വെയിലും ഉള്ള സമയമായിരുന്നില്ല. ഞാനിവിടെ 1 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഞാൻ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടപ്പത്ത് വയ്ക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൈലാഞ്ചി അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാം. അതിനുശേഷം നമുക്ക് തീ കുറയ്ക്കണം, ഞാൻ പറയാം. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷമാണ് എണ്ണ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിൽ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ പൊട്ടി നമ്മുടെ മേത്തൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ഉണക്കിയിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇത് താരനൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു പ്രതിവിധിയാണ്. അതുപോലെ തന്നെ തലയിൽ പേനും അതുമൂലം ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർക്കും നമുക്ക് ഈ ഒരു ഓയിൽ തേക്കുന്നതിലൂടെ അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ കുഴിനഖമുള്ള ഒരുപാട് പേരുണ്ട്, അവർക്കും ഈ ഒരു ഓയിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് നഖങ്ങളുടെ ഇടയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പറാണ്. അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. കുഴിനഖം വരുന്ന അത് നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാനും പറ്റും. ഇപ്പം നമ്മുടെ ഓയിലിൻ്റെ പതയ്ക്കൽ കുറഞ്ഞിട്ട് തിളയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകമാകുന്നതിൻ്റെ ലക്ഷണമാണിത് കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് തന്നെ ഇട്ട് കൊടുക്കണം. തീ കൂടിക്കഴിഞ്ഞാൽ ഇത് കരിയാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ എണ്ണ തയ്യാറാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ തിള പൂർണ്ണമായിട്ടും നിന്ന് വരുന്നൊരു പതക്കൽ പൂർണ്ണമായിട്ടും നിന്ന് വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം ജസ്റ്റ് തിളക്കൽ മാത്രമാണ്. ഇപ്പം നമ്മുടെ ഓയിലിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മൈലാഞ്ചിയുടെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മളിത് പച്ചയ്ക്കാണ് മൈലാഞ്ചി അരച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വേഗത്തിൽ നമുക്ക് കാര്യം സാധിക്കില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുറച്ച് മൈലാഞ്ചി എടുത്തിട്ട് ഒരു 1/4 കിലോ എണ്ണയിലൊക്കെ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചിയുടെ പൊടി വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നല്ല മണവും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇനി കൂടുതൽ വെച്ചേക്കണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നോട് കുറേ നാളായിട്ട് പറയുന്നു കുറച്ച് മൈലാഞ്ചി എണ്ണ ഉണ്ടാക്കി തരുമോ ചേച്ചി, അവരുടെ വീട്ടിൽ മൈലാഞ്ചി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എണ്ണ ഇപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടി കണ്ടോട്ടെ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല, ധൈര്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇത് നമുക്ക് അടപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കണം, ഇല്ലെങ്കിൽ മൂപ്പ് കൂടി പോകും. അതുപോലെ തന്നെ നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കാം.
ഈ ഒരു ഓയിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം. എണ്ണ തേച്ച് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹോം മെയ്ഡ് ഷാമ്പൂ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഈ ഓയിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടിയ അളവിൽ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ അമ്മയുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ തനിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടിയ അളവിലൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് അളവിലുണ്ടാക്കും. ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നവരിൽ താരൻ, അതുപോലെ മുടി കൊഴിച്ചിൽ, അകാലനിര ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ടീനേജിലുള്ള കുട്ടികളൊക്കെ ഇതുണ്ടാക്കി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.